കരുവന്നൂർ കള്ളപ്പണക്കേസിൽ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്ക് ശേഷം ഈ മാസം 26-ന് ഹാജരാകാമെന്ന് എം വർഗീസിന്റെ ആവശ്യം തള്ളി ഇ.ഡി. ഏപ്രിൽ 5-ന് ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകി. നേരത്തെ 4 പ്രാവശ്യം എം വർഗീസിനെ ഇ.ഡി. ചോദ്യം ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പ് തിരക്കുകൾ മൂലം ഇ.ഡിയുടെ നോട്ടീസിനോട് അനുഭാവപൂർവമായ സമീപനമല്ല CPM തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസ് സ്വീകരിച്ചത്. നോട്ടീസിന് മറുപടിയായി ഈ മാസം 26-ന് ശേഷം ഹാജരാകാമെന്നായിരുന്നു വർഗീസ് ഇ.ഡിയെ അറിയിച്ചിരുന്നത്. എന്നാൽ ഏപ്രിൽ 5-ന് ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകി. മാത്രമല്ല, ചോദ്യം ചെയ്യലുമായി സഹകരിച്ചില്ലെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് ഇ.ഡി നൽകിയിട്ടുണ്ട്. എം വർഗീസ് സ്ഥാനാർത്ഥിയോ ഔദ്യോഗിക ചുമതല വഹിക്കുന്ന ആളോ അല്ലെന്ന് കണ്ടെത്തിയാണ് ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് ഇ.ഡി അറിയിച്ചത്. കരുവന്നൂർ കേസിൽ അന്വേഷണ റിപ്പോർട്ട് ഇ.ഡി ആവശ്യപ്പെട്ടെങ്കിലും എം വർഗീസ് കൈമാറിയിരുന്നില്ല. ഇതിനു പുറമെ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ സതീഷ് കുമാറുമായി ബിജു സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി ഇ.ഡി കണ്ടെത്തിയിരുന്നു. കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ കൂടുതൽ CPM നേതാക്കളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇ.ഡി. മുൻ MP P.K. ബിജു, CPM തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ P.K. ഷാജൻ എന്നിവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ.ഡി നോട്ടീസ് നൽകിയിരുന്നു. ബിജുവിനോട് വ്യാഴാഴ്ചയും ഷാജനോട് വെള്ളിയാഴ്ചയും ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. കരുവന്നൂരിലെ തട്ടിപ്പ് അന്വേഷിക്കാൻ CPM നിയോഗിച്ച അന്വേഷണ സമിതി അംഗങ്ങളായിരുന്നു ഇരുവരും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇ.ഡിയുടെ നീക്കമെന്നാണ് പൊതുവെ CPM നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.